Good morning, everyone. I am back with another session. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന GS3 and 4 ആണ്. സോ നമ്മൾ ആദ്യം GS3 എങ്ങനെ പഠിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് പറയും. ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, PYQും സിലബസും റെഫർ ചെയ്തിട്ട് എങ്ങനെയാണ് നോട്ട്സ് ഉണ്ടാക്കേണ്ടതെന്നുള്ള. അതുകൊണ്ട് അത് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ GS3 സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. അതിനുശേഷം GS3യിലേക്കാണ് നമ്മൾ പോവുക. GS3യിലെ സിലബസില് ഇത്രയും കാര്യങ്ങളാണ് അവർ എഴുതിയിരിക്കുന്നത്. ബട്ട് ഇതിലും കുറച്ച് ഉള്ളിലുള്ള ഇപ്പോ ഇക്കണോമിക് ഡെവലപ്മെന്റ് എടുക്കുമ്പോൾ അതിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയൊക്കെ വരുന്നുണ്ട്. ടെക്നോളജി എന്ന് മാത്രമാണ് UPSCയുടെ സിലബസിലുള്ളത്. സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള രീതിയിൽ വേണം നമ്മളത് എടുക്കാൻ. ബിക്കോസ് UPSCയുടെ സിലബസ് പ്രകാരം ചില എമിനന്റ് സയന്റിസ്റ്റുകളും അവരുടെ വർക്കും ഒക്കെ അതിൻ്റെ അകത്ത് സിലബസിലുണ്ട്. യൂഷ്വലി നമ്മളത് ചോദിച്ച് കാണാറില്ല. പക്ഷെ എന്നാലും എപ്പോഴാണ് UPSCക്ക് അത് ചോദിക്കാൻ തോന്നുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എപ്പോഴും നമ്മൾ അതിനു വേണ്ടി കരുതി തന്നെ ഇരിക്കേണ്ടി വരും. ആസ് എൻ എമിനന്റ് സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും ഒന്നും പഠിക്കാൻ പോകണ്ട. മ്യൂസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയോ, അതല്ല എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കാര്യം എടുത്താൽ നമുക്ക് കുറെ സയന്റിസ്റ്റുകൾ ഉണ്ട്, CV രാമൻ അങ്ങനെയൊക്കെയുള്ള. സോ അത്തരത്തിലുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ എങ്കിലും നോക്കി വെക്കുക. രാമൻ ഇഫക്റ്റ് ഒക്കെ നോക്കി വെക്കുക. പിന്നെ ടെക്നോളജിയിൽ മെയിൻലി നമ്മൾ ഇപ്പോൾ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങൾ, ഇത് കൂടാണ്ട് UPSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ക്വാണ്ടം ടെക്നോളജി. പിന്നെ ഇപ്പോ നമ്മൾ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സിനെ കുറച്ച് പുഷ് ചെയ്യുന്നുണ്ട് ഇന്ത്യ. സോ സ്മോൾ മോഡുലർ റിയാക്ടർ എന്ന് പറയുന്നതും ഇപ്പൊ ഒരു കത്തി നിൽക്കുന്ന ടോപ്പിക്കാണ്. ഇനി ഒരു 5 ഇയേഴ്സോളം അത് നിൽപ്പുണ്ടാവും അറ്റ്ലീസ്റ്റ്. സോ അതെപ്പോഴും നമ്മൾ നോക്കി വെക്കേണ്ട ടോപ്പിക്കാണ്. അടുത്ത് അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾക്ക് ഇതുപോലെ PYQ അനലൈസ് ചെയ്യുമ്പോഴും കറണ്ട് അഫയേഴ്സ് എടുക്കുമ്പോഴും ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കുറച്ച് ടോപ്പിക്സ് കിട്ടും. ഇതെന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ എന്തെങ്കിലും ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ അതിലൊരു മെയിൻ ഡയഗ്രാം വല്ലതും കാണുന്നുണ്ടെങ്കിൽ അതും പഠിച്ചു വെക്കണം. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സോ നമ്മളൊരു ഡയഗ്രാം ഒക്കെ വരച്ചാലും അതിന് ഒരു വാല്യൂ അഡിഷൻ പോയിന്റ് നമുക്ക് കിട്ടും. പിന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ യൂഷ്വലി പഠിക്കുക ഇന്ത്യയുടെ ഒരു ഇക്കണോമിയുടെ വളർച്ചയാണ്. ലൈക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തൊട്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ ഇക്കോണമി വളർന്നത്. പിന്നെ നമ്മൾ നോക്കിയാലും നമുക്ക് ഇപ്പോഴും പ്രൈമറി സെക്ടർ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന മേഖല. ബാക്കിയുള്ള പക്ഷെ നമ്മുടെ ടെർഷ്യറി സെക്ടർ ആണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഇവിടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അത്തരത്തിലൊരു പാരഡോക്സ് ഇന്ത്യൻ ഇക്കോണമിയിൽ കിടപ്പുണ്ട്. അത്തരത്തിലുള്ള നിറയെ പാരഡോക്സ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ട് ആക്ച്വലി. ഈവൻ ദോ നമ്മളൊരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിയാണ്, അതുപോലെ അബൌട്ട് ടു ബിക്കം ദ 3rd ലാർജസ്റ്റ് ഇക്കോണമി ആണെങ്കിലും നമ്മുടെ ഇക്കോണമി ഇപ്പോഴും ഹ്യൂജ്ലി ഇൻഫോർമലൈസ്ഡ് ആണ്. എല്ലാവരും ഒന്നും ഇങ്ങനെ രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടും എല്ലാം നമ്മുടെ ഫോർമൽ ഇക്കോണമിയിൽ വരുന്നില്ല. ഇപ്പോഴാണ് ഗവൺമെന്റ് അതിന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ജാം ട്രിനിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ജൻധൻ, ആധാർ, ലൈക്ക് ഞാൻ മറന്നുപോയി, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മൊബൈൽസ്, ഓക്കെ ആണെന്ന് തോന്നുന്നു. ഐ കനോട്ട് റിമെമ്പർ കറക്റ്റ്ലി. സോ ജാം ട്രിനിറ്റി ഒക്കെ ഇതുപോലെ ഇൻഫോർമലൈസേഷൻ മാറ്റി ഫോർമലൈസേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ MSME സെക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ ബാക്കിയുള്ള സൗത്ത് ഏഷ്യൻ കൺട്രീസിന്റെ MSME സെക്ടർ ആയിക്കോട്ടെ, ഇല്ല സൗത്ത് ഏഷ്യൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിന്റെ MSME സെക്ടറിന്റെ വളർച്ച നോക്കിയാൽ അവര് എപ്പോഴും ഇങ്ങനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ MSME സെക്ടേഴ്സ് അത്രയും സ്കെയിൽഡ് അല്ല. ആൻഡ് നമ്മൾ കൂടുതലും എന്താ നോക്കുന്നത്, അത് MSME മീഡിയം സ്മോൾ ആയി തന്നെ ഇരിക്കാനാണ്, മൈക്രോ സ്മോൾ മീഡിയം ആയി തന്നെ ഇരിക്കാനാണ്. കാരണം അതിൽ ഇൻസെന്റീവ്സ് കൂടുതലാണ്. അത്തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് ഉള്ളപ്പോൾ ഇൻസെന്റീവ്സ് കൂടുതലായിരിക്കും. അപ്പൊ അതിനെ ആ ഒരു അവേർഷനെ മാറ്റിയിട്ട് അതിനെ സ്കെയിൽ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളും ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട് ത്രൂ ദെയർ സ്കീംസ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, പിന്നെ MSMEകൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ 2025 ബജറ്റില് ഇൻവെസ്റ്റ്മെന്റിന്റെ ലിമിറ്റും അതുപോലെ തന്നെ ടേൺ ഓവറിന്റെ ലിമിറ്റും ഒക്കെ കൂട്ടിക്കൊടുത്തിരുന്നു. ലൈക്ക് നേരത്തെ 1 lakh crore ആണ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റിംഗ്. അത് കറക്റ്റ് അല്ല ഞാൻ പറയുന്ന ഡേറ്റ, മാറ്റം ഉണ്ടാവും, ജസ്റ്റ് ചെക്ക് ചെയ്യുക.
നേരത്തെ എക്സാമ്പിൾ പറയാണ്, നേരത്തെ 1 lakh crore ഉള്ളത് വരെയാണ് ഇൻവെസ്റ്റ്മെന്റിനെ മൈക്രോ ആയിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ ബജറ്റിൽ അത് 2.5 ആക്കിയിട്ടുണ്ട്. സോ അത്തരത്തില് കുറച്ചും കൂടെ നിങ്ങൾ സ്കെയിൽ ചെയ്താലും നിങ്ങളെ മൈക്രോ ആയിട്ട് കൺസിഡർ ചെയ്തോളാം. സോ നിങ്ങളുടെ ഇൻസെന്റീവ്സ് പോവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. സോ ദാറ്റ് അവർ സ്കെയിൽ ചെയ്യും. അപ്പൊ നമ്മുടെ ഇക്കോണമിക്കാണ് നല്ലത്, ഇക്കോണമിക്ക് ഒരു ബൂസ്റ്റ് കിട്ടും. ബട്ട് സ്റ്റിൽ അവർക്ക് ഇൻസെന്റീവ്സും കിട്ടും ആ ഒരു കാര്യത്തിന് വേണ്ടി. സോ MSME സെക്ടേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ ബാക്കിയുള്ള ഇക്കോണമീസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ MSME സെക്ടേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്, സ്കെയിലബിലിറ്റി വളരെ ലോ ആണ്. അത്തരത്തിലുള്ള ഒരു പാരഡോക്സും ഇന്ത്യൻ ഇക്കോണമിയിൽ കിടപ്പുണ്ട്. ഇത്തരത്തിൽ കുറെ പാരഡോക്സുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇക്കോണമി പഠിക്കുമ്പോൾ ആദ്യത്തില് ഇതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക. ഇതൊക്കെ ബേസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് പിന്നീട് ഇക്കോണമിയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം നോക്കിയാലും നമ്മൾ വളർന്നപ്പോൾ, നമ്മുടെ ഇക്കോണമി വളർന്നപ്പോൾ പ്രൈമറി സെക്ടർ ആണ് എപ്പോഴും എല്ലാ ഇക്കോണമീസിലും വളർച്ചയുടെ തുടക്കത്തിൽ കൂടുതൽ ഉണ്ടാവുക. ലൈക്ക് അഗ്രികൾച്ചർ, മൈനിങ്, അതൊക്കെ അഗ്രികൾച്ചർ ആണ് മെയിൻലി. പക്ഷെ നമ്മുടെ സെക്കൻഡറി സെക്ടർ അധികം വളർന്നില്ല. നമ്മുടെ സെക്കൻഡറി സെക്ടർ ഇപ്പൊ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, സോ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ 1940s തൊട്ട് ഇപ്പൊ 2020s എന്നുള്ള സാധനം എടുക്കുകയാണെങ്കിൽ ചൈനയുടെ ഒക്കെ ഇക്കോണമി പോയി നോക്കിയാൽ അവരുടെ പ്രൈമറി സെക്ടർ ഇവിടെ കിടന്നു, സെക്കൻഡറി സെക്ടർ ഇങ്ങനെ വളർന്നു, ടെർഷറി സെക്ടർ ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ഏകദേശം ഒരു സ്റ്റഡി ആയിട്ട് പോയി. പക്ഷെ നമ്മുടേത് ഇത്രയുമേ വളർന്നിട്ടുള്ളൂ. ആ ഒരു വലിയ പാരഡോക്സും നമ്മുടെ കിടപ്പുണ്ട്. സോ ചൈന എന്ന് മാത്രമല്ല ബാക്കിയുള്ള ഏതൊരു ഡെവലപ്ഡ് അല്ലെങ്കിൽ നമ്മളെക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എടുത്ത് നോക്കിയാലും ഈ ഒരു പാരഡോക്സ് ഉണ്ട്. അവരുടെ സെക്കൻഡറി സെക്ടർ കുറച്ചുകൂടെ വളർന്നു, പക്ഷെ നമ്മുടെ സെക്കൻഡറി സെക്ടർ വളർന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും കുറെ കാര്യങ്ങൾ ഈ MSME ഒക്കെ നമ്മൾ സ്കെയിലപ്പ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ടർ, അതായത് മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. മേക്ക് ഇൻ ഇന്ത്യ എല്ലാ രീതിയിലും വരുന്നുണ്ട്. ഡിഫൻസ് സെക്ടർ, അതിലെല്ലാത്തിലും മാനുഫാക്ചറിങ്. പിന്നെ ഒരു ടോയ്സിന്റെ ഒരു നാഷണൽ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ടോയ്സിനൊക്കെ എന്തിനാ നാഷണൽ പ്രോഗ്രാം എന്ന്. പക്ഷെ ചൈനീസ് ടോയ്സ് ആണ് നമ്മുടെ ഇക്കോണമിയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. ആൻഡ് അതിന് നല്ലൊരു മാർക്കറ്റും ഉണ്ട് ഇന്ത്യയിൽ. അപ്പൊ നമ്മൾ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ആ ഇക്കോണമിയുടെ ഫലം തിരിച്ചു കിട്ടും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അത്തരത്തിൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇക്കോണമി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നോക്കണം. പിന്നെ ഇൻഫ്ലേഷൻ ഇപ്പൊ കൂടിയിരിക്കുകയാണ്, ആ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇക്കോണമിയിൽ നമ്മൾ മെയിൻലി നോക്കുക. അത് കഴിഞ്ഞിട്ട് കറന്റ്ലി എന്തെങ്കിലുമൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുമല്ലോ. ഇപ്പൊ RBI ഒന്നെങ്കിൽ റിപ്പോ റേറ്റ് കൂട്ടിയാൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു 5-6 എഡിറ്റോറിയൽ വായിക്കും, കുറച്ചാൽ വായിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ബജറ്റും ഇക്കണോമിക് സർവേയും വരുമ്പോൾ അതിൽ എന്തെങ്കിലും സ്പെഷ്യലായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൂടി നോക്കുക. അതാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മെയിൻലി ഇന്ത്യൻ ഇക്കോണമിയാണ്. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ആൻസർ എഴുതുമ്പോൾ എന്തായാലും ഒരു കാര്യം ഗവൺമെന്റ് ചെയ്തു, ഒരു പോളിസി കൊണ്ടുവന്നു, അത് ജയിച്ചോ ജയിച്ചില്ലയോ, അതായത് അത് സക്സസ് ആയിരുന്നോ അല്ലയോ എന്നുള്ളതിന് ഒരു തെളിവ് വേണം. അപ്പൊ നമ്മൾ എന്താണ് കൊടുക്കുക? ഒരു പ്രോഗ്രാം സക്സസ് ആണോ അല്ലയോ എന്നുള്ളതിന് തെളിവ് കാണിക്കാൻ വേണ്ടി നമുക്ക് കണക്കുകൾ വേണം, ഡേറ്റ വേണം, പ്രത്യേകിച്ച് ഇക്കണോമിയിൽ. സോ ഡേറ്റ എന്തായാലും ഇക്കണോമിക്ക് വേണ്ടിയിട്ട് പഠിക്കണം. അത് ഡേറ്റ ആയിട്ട് തന്നെയാണ് നമ്മൾ മിക്ക ഇതിലും എഴുതുന്നത്. പക്ഷെ ഇക്കണോമിക്സിൽ വരുമ്പോൾ വേണമെങ്കിൽ വി കെൻ ഡ്രോ ഇറ്റ് ആസ് മറ്റേ ഇതില്ലേ, ഓക്കെ, ഗ്രാഫ്, ലൈക്ക് ബാർ ഗ്രാഫ് ഒക്കെ നമ്മൾ കാണുമല്ലോ, ബാർ ഗ്രാഫ് വരയ്ക്കോ. അതല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് പൈ ചാർട്ട്, ഇതൊക്കെ നോക്കി വെക്കുക. കാരണം ഇപ്പൊ ഇക്കണോമിക്സ് പേപ്പർ ആണെങ്കിൽ മേ ബി ഒരു ഇക്കണോമിക്സ് പ്രൊഫസർ ആയിരിക്കും നോക്കുക മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അപ്പൊ അവരൊക്കെ കണ്ട് ശീലിച്ചത് ഗ്രാഫുകളും ചാർട്ടുകളും ഒക്കെയാണ്. സോ ബാക്ക് ടു വേർ വി ആർ ടോക്കിംഗ്. അപ്പോ ഗ്രാഫുകൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാൻ പറ്റുമെങ്കിൽ നോക്കി വെക്കാം. അതിന് ഏറ്റവും നല്ലത് PIB നോക്കലാണ്. PIBയിൽ നമ്മുടെ തന്നെ പരീക്ഷ എഴുതി പോകുന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ കയറുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് PIBയിൽ ഇരുന്ന് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിടുക. അപ്പൊ അവരെന്തായാലും റിസർച്ച് ഒക്കെ ചെയ്ത് അത്രയും പണിയെടുത്തത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ട് വീണ്ടും പണിയെടുക്കേണ്ട ആവശ്യമില്ല, അത് കോപ്പി അടിച്ച് വെച്ചാൽ മതി. പിന്നെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റ്, അത് യൂഷ്വലി നമ്മൾ മറ്റേ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി എന്നുള്ള ഭാഗം ടോട്ടലി പഠിക്കുമ്പോഴാണ് വരിക. ബയോഡൈവേഴ്സിറ്റിയിൽ
പ്രിലിംസിനാണ് കൂടുതലും നമ്മൾ സ്പീഷീസ് ഇൻ ന്യൂസ് ഒക്കെ ചോദിച്ച് കാണുന്നത്. അതും ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സ്പീഷീസ് ഇൻ ന്യൂസിനെക്കാളും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്പീഷീസ് ഇല്ലേ, ലൈക്ക് ലയൺ, ടൈഗർ, ഇങ്ങനെയുള്ള അപ്പെക്സ് പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ കീസ്റ്റോൺ സ്പീഷീസ്, ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ എടുത്തു വെച്ചിട്ടായിരിക്കും ചോദിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ദാറ്റ് ആനകളുടെ കൂട്ടത്തെ ലീഡ് ചെയ്യുന്നത് ഫീമെയിൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഫീമെയിൽ ആണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് അവരെ പറ്റി ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചോ ഒക്കെ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എൻ്റെ മെന്റർ പറഞ്ഞിട്ട് പിക്കോളിൻസ് വൈബ് എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ കാണുമായിരുന്നു. അത് മലയാളത്തിൽ തന്നെ ഈ ട്രാവൽ വ്ളോഗ്സ് ആസ് ഇൻ ഈ നാഷണൽ പാർക്കുകളിലും ബയോസ്ഫിയർ റിസർവുകളിലും ഒക്കെ പോയിട്ട് അവിടുത്തെ വ്ളോഗ്സ് എടുക്കുന്ന ഒരാളാണ്. സോ അതിൻ്റെ അകത്ത് കാണുമ്പോൾ നമുക്ക് അവരുടെ ലൈക്ക് കുറെ അനിമൽസിന്റെ സ്വഭാവങ്ങളും കൂടി പറഞ്ഞിട്ടാണ് ആള് വ്ളോഗ് ഇടുക. നമുക്ക് സമയമുള്ള സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ കണ്ടു നോക്കാം. സമയം പോക്ക് പോലെ ആവും, എന്നാൽ നമ്മൾ ഇതിനു വേണ്ടി പഠിക്കുന്ന പോലെ ഉണ്ടാവും. സോ ഞാൻ അത് കാണുമായിരുന്നു. വേണമെങ്കിൽ യു ക്യാൻ ട്രൈ. പിന്നെ സെക്യൂരിറ്റി, പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഞാൻ വിട്ടുപോയി, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. സോ അതിന്റെയും കുറച്ച് മെയിൻ സാധനങ്ങൾ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ലൈക്ക് അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടേത് വേസ്റ്റ് ആയി പോകുന്നു. ഇന്ത്യ പ്രൊഡക്ഷൻ ഓഫ് ലൈക്ക് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും വേൾഡിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ആണ് എപ്പോഴും വരാറ്. പക്ഷെ നമ്മൾ അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനുള്ള വാല്യൂ അഡിഷൻ ചെയ്ത് നമുക്ക് അതിനു വേണ്ടി ഇക്കോണമിയിലേക്ക് ബാക്കി കാശ് തിരിച്ചെത്തുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് കുറവാണ്. പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് ഇന്ത്യയുടെ ഇതെടുത്തു കഴിഞ്ഞാൽ, ഹോർട്ടിക്കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി കൂടുതലാണ്. സോ ഇത് കൂടാണ്ട് കുറച്ച് സൺറൈസ് ഇൻഡസ്ട്രീസും കൂടി നോക്കി വെക്കുക, ലൈക്ക് ഫിഷറീസ്, ഫ്ലോറികൾച്ചർ, ഇതൊക്കെ നോക്കി വെക്കണം. പിന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എടുക്കുമ്പോൾ റിന്യൂവബിൾ എനർജി, ഗ്രീൻ എനർജി, ഇങ്ങനത്തെ കാര്യങ്ങൾ, എമേർജിങ് ടെക്നോളജീസ് ആണ് കൂടുതൽ ഇക്കണോമിക്സിന്റെ ഇതിൽ. എമേർജിങ് ടെക്നോളജീസ് എന്നുള്ള രീതിയിൽ റിന്യൂവബിൾ എനർജി, ഗ്രീൻ എനർജി, ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ട് വേണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ അതിൽ സയൻസിന്റെ ആസ്പെക്റ്റും വരും, എന്നാൽ ഇക്കോണമി അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ അതും വരും. ഇപ്പൊ കത്തി നിൽക്കുന്നതാണ് E20 പെട്രോള്. കുറച്ച് കാലമായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണുന്നു. സോ അത് നോക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. എൻവയോൺമെന്റിൽ വരുമ്പം എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, ഇന്നലത്തെ മെഞ്ഞാനത്തെ ഒക്കെ പത്രത്തിൽ കിടപ്പുണ്ടായിരുന്നു. എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, എൻവയോൺമെന്റൽ ക്ലിയറൻസ് 2006 ഒരു ലോ പ്രകാരം സുപ്രീം കോടതി പറഞ്ഞത് ഏതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ എൻവയോൺമെന്റൽ ക്ലിയറൻസ് എടുക്കണം എന്നായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ള രീതിയിൽ ഓഫീസ് മെമ്മറാണ്ടം, അതായത് ഓഫീസേഴ്സിന് ഇത് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ പോലെ ഇറക്കും. അതാണ് ഓഫീസ് മെമ്മോറാണ്ടം. ഈ സാധനത്തിനെ ബേസ് ചെയ്ത് 2006 സാധനത്തിനെ ബേസ് ചെയ്ത് 2011 വന്ന ഓഫീസ് മെമ്മോറാണ്ടം സെഡ് ദാറ്റ് എക്സ്പോസ്റ്റ് ഫാക്ടോ എൻവയോൺമെന്റ് ക്ലിയറൻസ് ആണെങ്കിൽ ഓക്കെ ആണ്. വിച്ച് മീൻസ് പ്രൊജക്ട് തുടങ്ങി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നിങ്ങൾ എൻവയോൺമെന്റൽ ക്ലിയറൻസ് എടുത്താലും അത് ശരിയാണ് എന്നുള്ള രീതിയിൽ വന്നിരുന്നു. പക്ഷെ ഇന്ന് 2 ദിവസം മുന്നേ, ഈ ആഴ്ചയിൽ എപ്പോഴോ സുപ്രീം കോടതി അതിനെ സ്റ്റക്ക് ഡൗൺ ചെയ്തു, സെയിങ് ദാറ്റ് അങ്ങനെ പറ്റില്ല, എക്സ്പോസ്റ്റ് ഫാക്ടോ പറ്റില്ല. ലൈക്ക് നമ്മൾ എൻവയോൺമെന്റിൽ ഒരു നാശം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ക്ലിയറൻസ് എടുത്താലും അതിന് വന്നിട്ട് കാര്യമൊന്നുമില്ല, നേരത്തെ തന്നെ എടുക്കണം. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് എക്സ്പോസ്റ്റ് ഫാക്ടോ എടുക്കണമെങ്കിൽ അത് സുപ്രീം കോടതി തന്നെ ഓരോ കേസും നോക്കിയിട്ടേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതുപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ കത്തിനിപ്പുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, അതിന്റെ കുറച്ച് ടൈം ലൈൻസ് ഒക്കെ നോക്കി വെക്കുക. നേരത്തെ അതിന് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും, അതൊക്കെ നോക്കി വെക്കുക. സെക്യൂരിറ്റിയിൽ ഇന്റേണൽ സെക്യൂരിറ്റി, ബോർഡർ സെക്യൂരിറ്റി, മാരിടൈം സെക്യൂരിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിൻലി വരിക. ഇന്റേണൽ സെക്യൂരിറ്റിയിൽ നമ്മുടെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസീസ്, പിന്നെന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരിക. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ റെഡ് ഫോർട്ട് ബ്ലാസ്റ്റിന് ശേഷം വൈറ്റ് കോളർ ടെററിസം എന്നൊക്കെ പറഞ്ഞ് പുതിയ ടേംസ് ഒക്കെ കേൾക്കുന്നുണ്ട്. വൈറ്റ് കോളർ ടെററിസം ആസ് ഇൻ വൈറ്റ് കോളർ ജോബ്സ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ടെററിസത്തിലേക്ക് മാറുന്നു. നമ്മൾ കഴിഞ്ഞ റെഡ് ഫോർട്ട് ബ്ലാസ്റ്റ് കേട്ടപ്പോൾ അതിലെന്താണ് ഡോക്ടേഴ്സിന്റെ ഒരു സിനർജിയാണ് ആ ഒരു ബ്ലാസ്റ്റ് കൺസ്പയർ ചെയ്തതും
നടത്തിയതും എന്നാണ് കേട്ടത്. അപ്പൊ തൊട്ടാണ് ഈ വൈറ്റ് കോളർ ടെററിസം നേരത്തെ ഉള്ളതാണ് കേട്ടോ. ഇന്റർനാഷണൽ സ്ഫിയറിലൊക്കെ ഉണ്ട്. നമ്മുടെ ഒസാമ ബിൻ ലാദൻ ഒക്കെ ഒരു ട്രെയിൻഡ് എഞ്ചിനീയർ ആണ്. അത് കഴിഞ്ഞിട്ട് അയാൾ ടെററിസ്റ്റ് ആയതാണ്. സോ അതുപോലെ അത് നേരത്തെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ കേട്ട് വരുന്നത് ഇപ്പോഴാണ്. സോ അതുകൊണ്ട് അതിപ്പോ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മേ ബി അടുത്ത വർഷവും ഒക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയി തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, അത് ന്യൂസിൽ വരാൻ കാരണം എന്താണെന്നറിയോ? ഇമ്പോർട്ടന്റ് ആവാൻ ഇപ്പോ എന്താ കാരണം? അതെ, ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം തീർത്തു എന്ന് പറഞ്ഞ് അമിത്ഷാ മാർച്ച് 31, 2026 ഒരു ഇത് നടത്തിയിരുന്നു. നമ്മൾ തീർത്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു റോഡ് മാപ്പ് വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്തത്. 31 അവർ തീർത്തു എന്ന് പറഞ്ഞിട്ടു. സോ അഗൈൻ അത് വെച്ചിട്ട് കഴിഞ്ഞ വർഷം 2025 എന്തോ ഒരു PIBയിൽ ഇതിനെപ്പറ്റി കുറെ ഡേറ്റാസും കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു. എന്നാലും നമുക്ക് അവിടെ പോയിട്ട് കുറെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അവര് പറയുന്നത് 2 ഡിസ്ട്രിക്റ്റില് 9 ഡിസ്ട്രിക്റ്റിൽ എന്ന് പറഞ്ഞ ചില ഇത് കണക്കുകളുണ്ട്. ചിലര് 2 ഡിസ്ട്രിക്ട് എന്ന് പറയുന്നുണ്ട്. അത്രയിൽ മാത്രമേ ഇപ്പൊ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ബാക്കിയുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോ ആ കാര്യം ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അതുകൊണ്ടാണ് ഇപ്പൊ ന്യൂസിൽ കത്തി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം 2025 മെയിൻസിന് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2025 മെയിൻസിന് ചോദിച്ച വേറൊരു കാര്യമാണ്, കഴിഞ്ഞ ഒരു ഡെക്കേഡിനുള്ളിൽ നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസിനെ കർബ് ചെയ്യാൻ വേണ്ടി നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എന്തൊക്കെയാണ് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത് അതിനെ കർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ അക്കോർഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിൽ. അത്രയും സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രം എഴുതുക എന്നുള്ള രീതിയിൽ. സോ അത്തരത്തിൽ നമ്മളോട് ഒരു തവണ ഒരു കാര്യത്തെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് തവണ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടായിരിക്കും ചോദിക്കുക എന്നുള്ള ഒരു കാര്യം മനസ്സിൽ വെക്കുക. സോ ഓൾറെഡി PYQൽ നിങ്ങൾ അത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ ആഴത്തിൽ വേണം പഠിക്കാൻ വേണ്ടി. IRലും സെയിം ഇതാണ് വരുന്നത്. IRൽ ഒരു കാര്യത്തിനെ പറ്റി പുതിയതായി ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ത്രൂ ക്വസ്റ്റൻ ആയിരിക്കും. എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? ഇപ്പോ WTOനെ പറ്റി ആദ്യം ചോദിക്കുമ്പോൾ എന്താണ് WTOന്റെ സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻ. പിന്നീട് ആയപ്പോഴത്തേക്കും അതിനെ കുറച്ചുകൂടെ കോംപ്ലക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുവരാറുണ്ട്. അത്രയും കുറച്ചും കൂടെ അപ്പോ സൂക്ഷ്മമായിട്ട് പഠിക്കുക ഓൾറെഡി ചോദിച്ചതാണെങ്കിൽ. പിന്നെ ബോർഡർ സെക്യൂരിറ്റി നോക്കുമ്പോൾ നമ്മുടെ ഓൺലൈനിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ഫൈൻ. സോ വി വേർ ടോക്കിംഗ് അബൌട്ട് ഇന്റേണൽ സെക്യൂരിറ്റി. ബോർഡർ സെക്യൂരിറ്റി ആസ്പെക്ട് ആണ് സംസാരിച്ച് തുടങ്ങാൻ പോയത്. സോ ഇഫ് വി തിങ്ക് അബൌട്ട് അവർ ബോർഡർ, നമുക്ക് ഇന്ത്യയുടെ, എൻ്റെ മാപ്പ് അത്ര നല്ലൊന്നും ആയിരിക്കില്ല, എക്സ്ക്യൂസ് മീ. സോ ഇങ്ങനെ ആയിരിക്കും ഇന്ത്യ. ഓക്കെ, ഇതിന്റെ നോർത്ത് വെസ്റ്റേൺ ബോർഡറിൽ നമുക്ക് പാകിസ്ഥാൻ ഉണ്ട്. നോർത്ത് ഈസ്റ്റേൺ ബോർഡറിൽ മെയിൻലി ചൈന ഉണ്ട്. പിന്നെ ഇവിടെ നേപ്പാൾ വരുന്നുണ്ട്, പിന്നെ ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെ നമ്മുടെ ഐലൻഡ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, ആൻഡമാനും ലക്ഷദ്വീപും. മാരിടൈം ബൗണ്ടറി നമ്മൾ ഷെയർ ചെയ്യുന്ന കുറച്ച് ഐലൻഡ് കൺട്രീസ് ഉണ്ട്, ലൈക്ക് മാൽദീവ്സ്, മൗറീഷ്യസ് ഒക്കെ നമ്മുടെ അടുത്ത് വരുന്ന കൺട്രീസ് ആണ്. ഫ്രാൻസിന്റെ കുറച്ച് ഐലൻഡ്സ് ഒക്കെ അവിടെ എവിടെയോ കിടപ്പുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. സോ ബോർഡർ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നോർത്ത് വെസ്റ്റില് നമ്മുടെ മേജർ ത്രെട്ട് പാകിസ്ഥാൻ, നോർത്ത് ഈസ്റ്റില് മേജർ ത്രെട്ട് ചൈന, പിന്നെ കുറച്ച് താഴെ ബംഗ്ലാദേശുമായിട്ട് നല്ല റിലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ 2025 ഇലക്ഷൻ നടക്കുന്നവരെ അത്ര നല്ല റിലേഷൻ അല്ല. ഇപ്പൊ ആണോ അല്ലയോ എന്ന് പറയാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു ത്രെട്ടായിട്ട് അവരും കിടപ്പുണ്ട്. മേജർ തിങ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള സിലിഗുരി എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമാണ്. നമ്മൾ അതിനെ ചിക്കൻ സ്നെക്ക് ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുക. അപ്പൊ കിലോമീറ്റേഴ്സ് മാത്രം ഉള്ളതാണ് സിലിഗുരി കോറിഡോർ. അപ്പൊ നമുക്ക് അതൊരു വലിയ ത്രെട്ടാണ്. എങ്ങാനും ചൈന താഴേക്ക് ഇറങ്ങി സിലിഗുരി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്കുള്ള ആക്സസ് പോകും. അതുപോലെ ഇപ്പുറത്തും കുറച്ച് ഐലൻഡ് കൺട്രീസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോ നമ്മുടെ സ്ട്രാറ്റജി എന്താ വെച്ചാൽ 1 ബോർഡർ 1 ഫോഴ്സ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. നമ്മുടെ CAPFന്റെ അടിയിൽ കുറെ തരത്തിലുള്ള പോലീസ് ഫോഴ്സുകൾ ഉണ്ട്. സെൻട്രൽ പോലീസ് ഫോഴ്സ്, ഓക്കെ. സോ നമ്മുടെ പാകിസ്ഥാന്റെ ഇതും ബംഗ്ലാദേശിന്റെ ബോർഡറും ഗാർഡ് ചെയ്യുന്നത് BSF ആണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. നേപ്പാൾ ബോർഡർ ചെയ്യുന്നത് സശക്ത സീമ ബൽ എന്ന് പറഞ്ഞിട്ടൊരു ലൈക്ക് അവരാണ്, സശക്ത സീമ ബൽ. പിന്നെ ചൈന ബോർഡർ ചെയ്യുന്നത് ITBP ആണ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ്. സോ അത്തരത്തിലുള്ള പല ഫോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും
ഗാർഡ് ചെയ്യുക. അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി അതായതുകൊണ്ടാണ്. ഒരു ബോർഡറിന് സ്പെസിഫൈസ് ചെയ്ത ഒരു ഫോഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് തമ്മിലുള്ള കോർഡിനേഷൻ എളുപ്പമാവും. അവർ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഇപ്പോ ഇവിടെയൊക്കെ ആണെങ്കിൽ കുറച്ച് റഗ്ഗഡ് ടെറൈൻസ് ആണ്, എപ്പോഴും സ്നോ ഒക്കെ വരുന്ന ടെറൈൻസ് ആണ്. അപ്പൊ അത് ഗാർഡ് ചെയ്യാനായിട്ട് അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർ അവിടെ വെച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ ഉള്ളത് കുറച്ച് പീസ് കീപ്പിംഗ് ഫോഴ്സ് പോലെ, ലൈക്ക് അത്ര ഭയങ്കര അധികം പണി അവർക്ക് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരുടെ വെച്ച് നോക്കുമ്പോൾ ത്രെട്ട് കുറവാണ്. അതുകൊണ്ട് അത്ര പണി എടുക്കണ്ട, ലൈക്ക് പണി എടുക്കണ്ട ഇൻ ദ സെൻസ് അത്രയും കഷ്ടപ്പെട്ടുള്ള സാധനം ഇവിടെ ഇല്ല എന്നുള്ള സാധനം ഉണ്ട് സശക്തി സീമാബൽ. സോ അങ്ങനെയാണ് നമ്മുടെ ഒരു ഇതാണ് കേട്ടോ. ലൈക്ക് നമ്മുടെ മോട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ, വൺ ബോർഡർ വൺ ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം തന്നെ. സോ ബോർഡർ സെക്യൂരിറ്റിക്ക് അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ നമ്മൾ ബോർഡർ സെക്യൂരിറ്റി, ബോർഡർ ഗാർഡിംഗ് എന്നുള്ളത് മാറ്റി ബോർഡർ മാനേജ്മെന്റ് എന്നുള്ളതിലേക്ക് നമ്മുടെ ഇത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് റെസ്ട്രെയിൻഡ് ആയിരുന്നു, അതായത് അവർ എത്ര അടിച്ചാലും തിരിച്ച് അധികം ചെയ്യില്ല എന്നുള്ള ആൾക്കാരായിരുന്നു ഇന്ത്യ. പക്ഷെ ഇപ്പൊ നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിൽ പോയി അവരുടെ ടെറർ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ അടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. സോ വിച്ച് മീൻസ് നമ്മൾ ബോർഡർ നമ്മൾ സ്ട്രാറ്റജിക് റെസ്ട്രെയിൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് ആക്റ്റീവ് റെസ്പോണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മുടെ കാര്യം മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ബോർഡർ സെക്യൂരിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. ബോർഡർ സെക്യൂരിറ്റിയിൽ നോർത്ത് ഈസ്റ്റ് വരുമ്പോൾ ആ നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസിയും ബോർഡർ സെക്യൂരിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്തും വരും. പിന്നെ ഡ്രഗ് ട്രാഫിക്കിംഗ് വരും കേട്ടോ. ഇവിടെ മറ്റേ ഗോൾഡൻ ട്രയാങ്കിൾ, ഇവിടെ ഗോൾഡൻ ക്രസന്റ്, ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ് ഇന്ത്യ ഉള്ളത്. വിച്ച് മീൻസ് ഡ്രഗ്സിന്റെ രണ്ട് കേന്ദ്രങ്ങളുടെ നടുക്ക്. സോ അതും കൂടി ഇതിലേക്ക് കയറി വരും. പിന്നെ ബോർഡർ സെക്യൂരിറ്റി, ഇതിൽ ഇന്റർനാഷണൽ സെക്യൂരിറ്റിയിൽ വരുന്നത് ഈ ഹവാല, റൗണ്ട് ട്രിപ്പിംഗ് ഓഫ് മണി, ആ സാധനങ്ങളൊക്കെ വരും. അപ്പൊ അതും കൂടെ പഠിക്കണം. പിന്നെ ഇപ്പോ FCRA ആക്ട് ഇല്ലേ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, NGOസിന്റെ ഒക്കെ, അതിനെ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെക്കുക. FCRA ചിലപ്പോ ഇമ്പോർട്ടന്റ് ആയി വരാൻ സാധ്യതയുണ്ട്. അതിന് കുറെ എന്താണ് FCRA NGOസിന് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ FCRA ലൈസൻസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആ NGOസിന്റെ കാര്യങ്ങൾ FCRA വഴി, ഫോറിൻ കോൺട്രിബ്യൂഷൻ വഴി അവരുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് പിടിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് പുതിയൊരു അമെന്റ്മെന്റ് വന്നത്. അപ്പൊ അതിനെതിരെ കുറെ ക്രിറ്റിസിസം ഒക്കെ വരുന്നുണ്ട്. വരുന്ന വീക്കില് കുറെ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, എഡിറ്റോറിയൽസ്. സോ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ടോപ്പിക് വളരെ ചെറുതാണ്. ലൈക്ക് നമുക്ക് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് അവിടെ കിടപ്പുണ്ട്. അതിൽ തന്നെ നമ്മൾ സുനാമി, വോൾക്കാനോ, എർത്ത്ക്വേക്സ്, ലാൻഡ് സ്ലൈഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി പഠിക്കുക. മെയിൻ ആയിട്ട് വരുന്ന ഡിസാസ്റ്റേഴ്സ്. പിന്നെ ഇതിലെന്താ വരാൻ സാധ്യത, നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പറയുക ഒരു ഇതുണ്ട്, ഒരു ഇന്റർനാഷണൽ ട്രീറ്റി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, എനിക്കിപ്പോ അതിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നോക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഗെയിൻ എന്തെങ്കിലുമൊക്കെ ന്യൂസിൽ നമ്മൾ ഡിസാസ്റ്റർ വായിക്കുമല്ലോ, ഈ അർബൻ ഫ്ലഡിങ്, പിന്നെ അർബണിൽ തീപിടുത്തം ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ എന്തെങ്കിലും ഡിസാസ്റ്റർ നമ്മൾ മെയിൻലി കാണുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷമാണെങ്കിൽ സ്റ്റാമ്പീഡ്സ് ഒരുപാട് ഉണ്ടായിരുന്നു, 24-25 തുടക്കം ആ ഒരു സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വേണം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ. അപ്പോ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് നോക്കുക. പിന്നെ ജപ്പാനിലെ സുനാമി ഇപ്പൊ ഒരു സ്ഥിരം കഥയാണ്, അതുകൊണ്ട് സുനാമി നമുക്ക് എന്തായാലും നോക്കി വെക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അഗെയിൻ ജോഗ്രഫി ആയിട്ട് ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഡയഗ്രാം വല്ലതും വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ലെവലിൽ ചോദിക്കുമ്പോൾ നമുക്ക് മാപ്പും വരയ്ക്കാം. ഇന്റേണൽ സെക്യൂരിറ്റി മാപ്പ് വരയ്ക്കാം, ബോർഡർ സെക്യൂരിറ്റി മാപ്പ് വരയ്ക്കാം, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മാപ്പ് വരയ്ക്കാം. സോ നമുക്ക് എവിടെയാണ് വാല്യൂ അഡിഷൻ പോയിന്റ് കൊടുക്കാൻ പറ്റുക, ഇപ്പൊ മാപ്പ് എവിടെയെങ്കിലും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ മാപ്പ് ഇടുക. ബിക്കോസ് നമുക്കൊരു എക്സ്ട്രാ 0.5 ആണെങ്കിൽ 0.5 കിട്ടും. 20 ക്വസ്റ്റിന് 0.5 കിട്ടിയാൽ അത്രയും കൂടുതലാണ് നമ്മുടെ മാർക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. 10 മാർക്ക് എക്സ്ട്രാ കിട്ടും. 10 മാർക്കിനൊക്കെ റാങ്കുകൾ 100ഉം 200ഉം ഒക്കെയാണ് മാറിപ്പോവുക. സോ ഇത്രയും കാര്യങ്ങളാണ് GS 3 നമ്മൾ പഠിക്കേണ്ടത്.
ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും എഴുതിയിരിക്കുന്നത്. ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോഴോ ഭാവിയിലോ ഈ വീഡിയോ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ ബേസിക് സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് നിങ്ങൾ വായിക്കുന്നെങ്കിൽ അത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ NCERT തുടങ്ങുക. ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ സമയം കിട്ടുമ്പോൾ. ബിക്കോസ് NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ UPSC. പിന്നെ അവർക്ക് എപ്പോൾ മാറ്റാൻ തോന്നുന്നു നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മാറ്റിയേക്കാം. സോ അത് വായിക്കുക. സിലബസും PYQയും റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട് ഉണ്ടാക്കുക. വാല്യൂ അഡിഷൻ PIBയിൽ ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് ഗവൺമെന്റിന്റെയും അതർ ഗ്ലോബൽ ഓർഗനൈസേഷൻസിന്റെയും വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടാക്കുക. ഡേറ്റ കളക്ട് ചെയ്യുക, അഡീഷണൽ വാല്യൂ പോയിന്റ്സ് കളക്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ആൻസർ എങ്ങനെ നന്നായിട്ട് എഴുതണം എന്നുള്ളത്. ഇക്കോണമിയുടെ കാര്യം എടുത്താൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ ഓരോ ടോപ്പിക്കിൽ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്ത് നമുക്ക് കുറച്ച് വാല്യൂ പോയിന്റ്സ് ഇടാൻ പറ്റുക എന്നുള്ളത്. മറ്റുള്ളവരുടെ നിന്ന് നമ്മുടെ ആൻസർ മാറി നിൽക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയും നിങ്ങളുടെ പോയിന്റിനെ സബ്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇക്കോണമിയിൽ ഇടുക. അതുപോലെ ഗ്രാഫ്, പൈ ചാർട്ട് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഈ പല കളർ പേനയൊന്നും വെച്ച് എഴുതാനൊന്നും നിൽക്കരുത്, അതിനൊന്നും സമയം കിട്ടൂല. സെയിം പേന തന്നെ പക്ഷെ നീറ്റ് ആയിട്ട് എഴുതണം നിങ്ങളുടെ പേപ്പർ. പിന്നെ സയൻസ് ആൻഡ് ടെക്. അഗെയിൻ സയൻസ് ആൻഡ് ടെക്കിന്റെ കാര്യത്തിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ക്വാണ്ടം മിഷൻ, SMR, ഇതൊക്കെ. ഇതിനൊക്കെ ഗവൺമെന്റ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ റോഡ് മാപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ന്യൂക്ലിയർ എനർജിയുടെ കാര്യം, ഇതൊക്കെ കറക്റ്റ് റോഡ് മാപ്പ് ഉണ്ട്. ഇന്ന സമയമാകുമ്പോൾ ഇത് ചെയ്യണം, ഇത് ചെയ്യും, ഇന്ന സമയമാകുമ്പോൾ മറ്റേത് ചെയ്യണം എന്നൊക്കെ നമുക്ക് കറക്റ്റ് ഉണ്ട്. അതെല്ലാം നടക്കുമെന്ന് നമുക്കറിയില്ല, കുറച്ചൊക്കെ നടക്കാത്തതുണ്ട് ഇതുവരെയുള്ളതിൽ. ഇനി ഭാവിയിലേക്കും വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നമ്മളോട് ഈ റോഡ് മാപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എന്താണ് ഇന്ത്യയുടെ എന്നൊക്കെയാണ് ചോദിച്ചത്, നമുക്കത് അറിയില്ല എന്ന് വിചാരിക്കുക. നമുക്കിപ്പം സ്മോൾ മോഡുലർ റിയാക്ടർ എന്നുള്ള ഒരു ടോപ്പിക് എടുക്കാം. എടുത്തിട്ട് നമ്മളോട് ഇങ്ങനെ റോഡ് മാപ്പ് ചോദിച്ചു, ഇന്ത്യ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, ഇനി തൊട്ട് അങ്ങോട്ട് ഒരു 50 yearsൽ എന്ത് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. നമുക്ക് ഈ റോഡ് മാപ്പ് നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ല, അറിയില്ല. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ളത് ഒരു മേജർ കാര്യമാണ്. ഞാൻ പറയുന്നത് ഇത് എന്ന് വിചാരിച്ചത് പഠിക്കാതെ പോകരുത്, പഠിക്കണം. ഇൻ കേസ് നമുക്ക് പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ടോപ്പിക് എന്നാണ് ചോദിച്ചതെങ്കിൽ, SMR എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ഒക്കെ ചെയ്ത് പുതിയതായി വരുത്തേണ്ട ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ മെയിൻലി അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്താണ് ചെയ്യുക, റിസർച്ച് ചെയ്യും ഇല്ലേ. അപ്പൊ ഒരു സയന്റിഫിക് പ്രൊജക്റ്റ് നമ്മൾ പുതിയതായി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് ചെയ്യുന്ന മിനിമം കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം റിസർച്ച് ചെയ്യും, എന്നിട്ട് റിസർച്ച് ചെയ്ത് നമ്മൾ ആദ്യം ഇങ്ങനെ ആയിരിക്കാം ഇത് ഉണ്ടാക്കണ്ടേ എന്നുള്ള രീതിയിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കും. ഇപ്പൊ SMRന്റെ കാര്യം എടുത്താലും ഇന്ത്യ ഒരു 2 or 3 ഡിസൈനെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഡിസൈനിങ് ആണ് രണ്ടാമത് ചെയ്യുന്നത്. ഇനി മൂന്നാമത് എന്തായിരിക്കും ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയ ഡിസൈൻ റിയൽ ലൈഫിൽ ഫീസിബിൾ ആവോ എന്ന് നോക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ പോയിട്ട് കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യും മുഴുവനായിട്ട് ഇല്ല, ഏതെങ്കിലും 1 or 2 സ്ഥലത്ത് സാമ്പിൾ ആയി കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കും. എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് റിയൽ ലൈഫ് സിനാരിയോസിൽ ചെയ്ത് നോക്കും. അപ്പൊ അതിനെയാണ് പൈലറ്റിംഗ് എന്ന് പറയുക. കുറച്ച് സ്ഥലത്ത് മാത്രം പുതിയതായി ഉള്ള ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പൈലറ്റിംഗ് എന്ന് പറയും. പൈലറ്റ് പ്രോജക്ട്സ് ഇട്ടു. ഇപ്പൊ നമ്മള് മറ്റേ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇറക്കിയപ്പോഴാണെങ്കിൽ പോലും പൈലറ്റ് പ്രോജക്ട്സ് ആണ് ആദ്യം ഇട്ടത്, മറ്റത് മുഴുവനായി വന്നില്ല. അപ്പൊ പൈലറ്റ് പ്രോജക്ട്സ് എന്നുള്ള സാധനം അങ്ങനെ പൈലറ്റിംഗ് ചെയ്തു. പൈലറ്റിംഗ് ചെയ്തു കഴിഞ്ഞിട്ട് ഇതിന്റെ ഗുണവും ദോഷമൊക്കെ കണ്ടെത്തി ഇത് ശരിയാണെന്നുള്ളതൊക്കെ വിചാരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒരു ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യണം, എല്ലായിടത്തേക്കും എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. മാനുഫാക്ചർ ചെയ്യാൻ എന്ത് വേണം, പൈസ വേണം, ദുഡ് വേണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കും. ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കലാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിച്ചു കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാക്കും. അപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യും. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ എന്താ അസംബ്ലിങ് ആണെങ്കിൽ അസംബ്ലിങ് അത് ചെയ്യും. മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു സാധനം ഉണ്ടാക്കി, ഇതൊന്നെങ്കിൽ ഇവിടെ യൂസ് ചെയ്യണം
അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ ഫോറിൻ കൺട്രീസിന് വിൽക്കണം. ഒന്നെങ്കിൽ യൂസ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ എക്സ്പോർട്ട് ചെയ്യണം. ഇനി ചിലപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ്ങിന്റെ സമയത്തോ ഡിസൈനിങ്ങിന്റെ സമയത്തോ ചിലപ്പോൾ ഫോറിൻ കൊളാബറേഷൻസ് എടുത്തു എന്ന് വരും. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടെങ്കിലോ നമ്മൾ അവരുടെ ഒന്നും കൂടെ ഒക്കെ എടുക്കും. അപ്പൊ ഫോറിൻ കൊളാബറേഷൻ ഇതിൽ ഏതെങ്കിലും ഇതിൽ വരുന്നുണ്ടെങ്കിൽ ആ സാധനം. ഇനി ഇതൊരു പുതിയ പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ന്യൂട്രീനോ ഒബ്സർവേറ്ററി കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോൾ കുറെ പ്രൊട്ടസ്റ്റ് വന്നു. അതുപോലെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി പീപ്പിളിന് അതിന്റെ ഒരു പേടി ഉണ്ടാവും. ഇനി ഇത് കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നമ്മുടെ സ്ഥലത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ലൈക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഈ സ്റ്റെപ്സിനൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കാൻ. സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നതും ഇതിന്റെ ഓവറോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു കാര്യമാണ്. ഇത്രയും സ്റ്റെപ്സ് നമുക്കിപ്പോ കിട്ടി ഒരു പുതിയ പ്രൊജക്ടിനെ പറ്റി ആലോചിച്ചപ്പോ. നമുക്ക് ഇൻ കേസ് ഇന്ത്യ എന്താ ചെയ്യാൻ പോണെന്നുള്ള റോഡ് മാപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചിന്തിച്ചിട്ട് പോയിന്റ് ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വാല്യൂ ആഡഡ് ആയിട്ടുള്ള 7-8 പോയിന്റ് കിട്ടും. അപ്പൊ 8 പോയിന്റ് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സാമ്പിളും കിട്ടിയെന്ന് വരും. ഇപ്പോ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം അല്ലെങ്കിൽ ഫോറിൻ കൊളാബറേഷന്റെ കാര്യമാണെങ്കിൽ ഇന്ത്യ ഫ്രാൻസുമായിട്ട് ഇപ്പോ ന്യൂക്ലിയർ പ്ലാന്റ്സിന്റെ കാര്യം എടുത്താൽ ഇന്ത്യ ഫ്രാൻസുമായിട്ട് ജയ്താപൂർ ന്യൂക്ലിയർ പ്ലാന്റിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ ചിലപ്പോൾ വായിച്ചത് കിട്ടിയെന്ന് വരും. അങ്ങനെ എഴുതുമ്പോൾ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഒരു നോർമൽ മനുഷ്യൻ ഒരു പ്രൊജക്ടിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിച്ചു, അങ്ങനെ പോയിന്റ്സ് എഴുതി. ഒരു ഹോളിസ്റ്റിക് വ്യൂവും കിട്ടില്ല. നിങ്ങൾ തുടക്കം തൊട്ട് എൻഡ് വരെയുള്ള കാര്യങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ടെന്നും വരും. ചിലപ്പോൾ നമുക്ക് എക്സാമ്പിളും കിട്ടും. ആ ഒരു എന്താ ഫുൾനെസ് ഫീൽ ചെയ്യും നിങ്ങളുടെ ആൻസറിന്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇൻ കേസ് പുതിയതായി ഇപ്പൊ തന്നെ എക്സാം എഴുതാൻ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിയിരുന്നാല് ചിലപ്പോൾ നിങ്ങളുടെ സ്പീഡൊക്കെ കുറയും. നോക്കണ്ട. അടുത്ത വർഷമൊക്കെ എഴുതുന്നവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ വേറൊരു കാര്യം എടുത്തിട്ട് ഞാൻ ഇതേപോലെ കാണിച്ചു തരാം. AI ഇൻ ഗവേണൻസ്. AI ഇപ്പൊ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. പോളിസി മേക്കിംഗ്, ഗവേണൻസ്, പബ്ലിക് പോളിസി എന്നൊക്കെ ഉള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഒരു പോളിസി ഉണ്ടാക്കുന്നതിൽ AI എങ്ങനെയൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോളിസി ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആരെങ്കിലും പറയൂ. ഓൺലൈനിലും പറയാം. കേട്ടില്ല. ഡിസ്കഷൻ. ഓക്കെ, നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? എന്തെങ്കിലും ഓൾറെഡി അവിടെയുള്ള കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം, അല്ലേ? ഡേറ്റ കളക്ഷൻ ഒരു പുതിയ സാധനം വരുന്നതിന് മുന്നേ അവിടെയുള്ള ആൾക്കാരെ പറ്റി പഠിക്കണം. ഓൾറെഡി എന്തെങ്കിലും പോളിസീസ് ഉണ്ടോ എന്ന് പഠിക്കണം. ഇനി അങ്ങനത്തെ പോളിസീസ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കളക്ട് ചെയ്തു. ഇനി ഇതൊക്കെ നോക്കലാണ് ഡേറ്റ അനാലിസിസ് വഴി. ഈ ഡിസ്കഷൻ ഒക്കെ ഡേറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. പബ്ലിക് പോളിസി മേക്കിംഗ് ഇങ്ങനെ ആയിരിക്കും. ഞാനിതിനെ ആധികാരികമായി പബ്ബാഡ് പഠിക്കുന്നവരെ പോലെ അല്ല പറയുന്നത്. ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയായിരിക്കും വരിക ഒരു പോളിസി ഉണ്ടാക്കുന്നത്. ഡേറ്റ അനാലിസിസ് വന്നു. മൂന്നാമതായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ഈ പോളിസീനെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ആപ്റ്റായി ഒരു പോളിസി ഉണ്ടാക്കുക എന്നുള്ള സ്റ്റെപ്പാണല്ലോ മൂന്നാമത്തത്. അതെന്താണ്? പോളിസി മേക്കിംഗ്. പോളിസി മേക്കിംഗ് ആണല്ലോ മൂന്നാമത്തെ, പോളിസി ഉണ്ടാക്കൽ. ഇനി നാലാമത്തത് പോളിസി മേക്കിംഗ് കഴിഞ്ഞു. ഇത് റിയൽ ലൈഫിൽ നടത്തണം, എല്ലായിടത്തും ഉണ്ടാക്കണം. അതിനെ പോളിസി എന്തെന്ന് പറയും? പോളിസി നടപ്പാക്കുന്നതിനെ ഇംപ്ലിമെന്റേഷൻ. പോളിസി ഇംപ്ലിമെന്റേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. ഇനി പോളിസി നടന്നു, എല്ലാവരും ഇതിനെ അങ്ങ് ഫുൾ ഹാൻഡഡ്ലി സ്വീകരിക്കുമോ? ഇല്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും.
സോ ഫീഡ്ബാക്ക് എടുക്കണം. നമുക്ക് മനസ്സിലാക്കാനാണ് ഫീഡ്ബാക്ക്. ആൾക്കാരുടെ പരാതി പറയാനായിട്ട് അവർ പരാതിയായിട്ട് വരും. അപ്പൊ അതിനെ പരിഹരിച്ചു കൊടുക്കണം. ഗ്രീവൻസ് റിഡ്രസൽ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പോളിസി മേക്കിങ്ങിൽ ചെയ്യുക. ഹോളിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചാൽ കുറച്ചുകൂടെ പോയിന്റ്സ് കിട്ടുമായിരിക്കും. എന്നാലും ഒരു ഹോളിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് AI എവിടേക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യം എടുക്കുമ്പോൾ നമ്മളോട് AI ഇൻ ഗവേണൻസ് ഏതൊക്കെ സാഹചര്യത്തിൽ പറ്റും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ വെറുതെ നമ്മൾ ആൻസർ ചിലപ്പം AI ബയാസ് ഉണ്ടാക്കും, AI കാരണം ഇതുണ്ടാവും അതുണ്ടാവും എന്നൊക്കെ എഴുതി വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങളുടെ ആൻസർ ഫീൽ ചെയ്യും. AI ഒരു പോളിസി മേക്കിങ്ങിന്റെ കാര്യം എടുത്താൽ ഇന്ന കാര്യത്തിലൊക്കെ AI നമുക്ക് ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ AI കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഏത് ചോദിച്ചാലും പോസിറ്റീവ് ചോദിച്ചാലും നെഗറ്റീവ് ചോദിച്ചാലും നമുക്ക് ഇത് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ ഡേറ്റ കളക്ഷനിൽ ചിലപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നതാണ് ഇന്ന് ഉപയോഗിക്കുന്ന പല ലാർജ് ലാംഗ്വേജ് മോഡൽസും കൂടുതലായി യൂസ് ചെയ്യുന്നത് വെസ്റ്റേണേഴ്സിന്റെ ഡേറ്റയാണ്. അത് വെച്ചിട്ട് ഇന്ത്യയിൽ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓൺ ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ഇന്ത്യയുടെ സ്വന്തം ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത്. സോ ഡേറ്റ കളക്ഷന്റെ ഭാഗത്ത് നമ്മൾ ഏറ്റവും പറയാൻ പോകുന്നത് മേ ബി നമ്മൾ AI എനേബിൾഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വെച്ചിട്ടോ ഡ്രോൺസ് വെച്ചിട്ടോ ഇപ്പൊ ലാൻഡിന്റെ ഡിജിറ്റൽ ലാൻഡ് സർവേ ഒക്കെ ഇറക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് AI വെച്ചിട്ട് വേണമെങ്കിൽ അതിനൊന്ന് സെറ്റ് ആക്കി എടുക്കാം, കോർഡിനേറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് എഴുതാം. നമുക്ക് അതിന്റെ പേര് ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും. സ്വമിത്ര സ്കീം എന്നൊക്കെ പറഞ്ഞ സ്കീം ഉണ്ട്. അപ്പൊ അവര് AI ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഇനി AI ഉപയോഗിക്കുന്നുണ്ടോ അവര് എന്ന് നമുക്ക് അറിയില്ല. ഈ കാലത്ത് AI ഉപയോഗിച്ചുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. നോക്കുന്ന ആൾക്കും അറിയില്ല അവർ സത്യത്തിൽ AI ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ നമ്മൾ അവിടെ അത് എഴുതുന്നതുകൊണ്ട് തെറ്റല്ല, ലൈക്ക് ഒരു നോർമൽ സത്യമാണ്. സോ നമ്മൾ എഴുതി ഡേറ്റ കളക്ഷനിൽ നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ട്. ഇനി പല ആൾക്കാരോട് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കണമല്ലോ. ചിലപ്പോ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ഒരാൾ മറാഠിയിൽ സംസാരിച്ചത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാം. അവിടെ AI ഉപയോഗിച്ചൂടെ? നമുക്കൊരു ഭാഷിണി ആപ്പ് ഉണ്ട്. ഭാഷിണി ആപ്പ് ലൈക്ക് എന്തിനാണ്? ഇതുപോലെ ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ഒരു ട്രാൻസ്ലേഷനും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ പാർലമെന്റിൽ തന്നെ നമ്മുടെ MPസിന് അവരുടെ സ്വന്തം ലാംഗ്വേജിൽ സംസാരിക്കാം. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഭാഷിണി ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഭാഷിണി ആപ്പ് എന്നുള്ള സാധനം കേട്ടിട്ടുണ്ട്. നമുക്കിത് ഇവിടെ കൊണ്ടുവരാമെന്ന് അല്ലെങ്കിൽ നമ്മൾ അറിയില്ല, നമ്മൾ ആലോചിക്കില്ല AI ഇൻ ഗവേണൻസിൽ ഭാഷിണി ആപ്പ് വരും എന്നുള്ള കാര്യം. പക്ഷെ ഇത്തരത്തിൽ നമ്മൾ ആലോചിച്ചപ്പോൾ ചിലപ്പോൾ നമുക്ക് ഡേറ്റ അനാലിസിസിന്റെ സ്ഥലത്ത് ഭാഷിണി ആപ്പ് ഇടാൻ പറ്റും. നമ്മുടെ ഒരു വാല്യുബിൾ എക്സാമ്പിൾ അവിടെ വന്നു. അല്ലാണ്ട് ഡേറ്റ അനാലിസിസ് വേറെ കാര്യത്തിലും ഒക്കെ ചെയ്യാം കേട്ടോ. ലൈക്ക് ഏതെങ്കിലും AI ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവിടെ ഇടാവുന്നതാണ്. പോളിസി മേക്കിങ്ങിൽ അഗെയിൻ നമുക്ക് എന്തെങ്കിലും എന്താണ് സിനാരിയോസിന്റെ ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ AIനോട് ചോദിക്കാം. എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ഓവർസൈറ്റ് അവിടെ വേണം, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല. സോ അവിടെ ഏതെങ്കിലും AI നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത്. പോളിസി ഇംപ്ലിമെന്റേഷനിൽ അഗെയിൻ ഇപ്പോ അഗ്രികൾച്ചറുമായിട്ട് ബേസ് ചെയ്ത എന്തെങ്കിലും ഒരു സാധനമാണ്. നമ്മൾ സോയിൽ ഹെൽത്ത് കാർഡൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് AI ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതാം പോളിസി ഇംപ്ലിമെന്റേഷനിൽ. ഇനി ഫീഡ്ബാക്ക്, ഗ്രീവൻസ് റിഡ്രസൽ ഇത് എടുക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു AI എനേബിൾഡ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവരുടെ ഫീഡ്ബാക്ക് എല്ലാം പ്രയോറിറ്റി ബേസിസിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഗ്രീവൻസ് റിഡ്രസലിനാണെങ്കിൽ നമുക്കുള്ള ഒരു CP ഗ്രാംസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഗ്രീവൻസ് റിഡ്രസൽ ആണ് മെയിൻലി നടക്കുന്നത്. അപ്പൊ AI ഉപയോഗിച്ച് അതിൻ്റെ അകത്തൊരു AI ചാറ്റ് ബോട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ആൾക്കാർക്ക് ചാറ്റ് ചെയ്യാം, അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം തന്നെ പരിഹരിച്ചു കൊടുക്കുന്ന രീതിയിൽ. അതല്ലാന്നുണ്ടെങ്കിലാണ് അത് എസ്കലേറ്റ് ചെയ്ത് ലാസ്റ്റ് പോകുന്നത് പ്രധാനമന്ത്രിയുടെ അടുത്താണ്. സോ എന്തായാലും നടക്കുന്നുള്ള കാര്യമാണ് അത്. അപ്പൊ നമുക്ക് CP ഗ്രാംസ് എന്നുള്ള എക്സാമ്പിൾ നമുക്ക് അല്ലാണ്ട് അറിയാം, പക്ഷേ AI ഇൻ ഗവേണൻസിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴായിരിക്കും കിട്ടുക. അതാ നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടിയില്ലെങ്കിൽ തന്നെ ഇത്രയും പോയിന്റ്സ് വരുമ്പോൾ നിങ്ങൾ എൻഡ് ടു എൻഡ് ഒരു പോളിസി മേക്കിങ്ങിനെ പറ്റി ആലോചിച്ചു എന്നുള്ള കാര്യമാണ് അവിടെ അവർക്ക് മനസ്സിലാവുന്നത്. സോ അത്തരത്തിൽ ആൻസർ എഴുതാൻ നോക്കിയാൽ ഒരു ഫുൾനെസ് നിങ്ങളുടെ ആൻസറിന് ഫീൽ ചെയ്യും, കുറച്ചുകൂടെ മാർക്കും കിട്ടും. GS3 നമുക്ക് മാർക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താലാണ് കുറച്ചെങ്കിലും മാർക്ക് നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ ബാക്കിയുള്ളത് സെക്യൂരിറ്റിയിലാണെങ്കിൽ മാപ്പ് വരയ്ക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് പറ്റുന്ന സ്ഥലത്ത്.
സെക്യൂരിറ്റിയിൽ ആകെ കുറച്ച് പോർഷൻസേ ഉള്ളൂ. സോ മാപ്സ് എന്തായാലും പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ എവിടെയൊക്കെ എന്ത് ഇൻസർജൻസി ആണ് നടന്നത്, അവിടെ എന്ത് പീസ് അക്കോർഡാണ് കൊടുത്തത് എന്നുള്ള രീതി വരെ മാപ്പ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി എന്താ വരാൻ നമുക്കറിയില്ല. സോ അത് നോക്കി തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PM-ന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. പിന്നെ സെൻഡായി ഫ്രെയിംവർക്ക്, ആ സാധനമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരിക. പിന്നെ ബെസ്റ്റ് പ്രാക്ടീസ് എക്സാമ്പിൾസ് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ ജപ്പാനിലൊക്കെ ആണെങ്കിൽ സുനാമി എത്ര ഇന്റൻസിറ്റിയിലുള്ളത് വന്നാലും അവർക്ക് കുറെയൊക്കെ തടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ. അവിടെ നിന്നുള്ള ഏതെങ്കിലും ബെസ്റ്റ് പ്രാക്ടീസിന്റെ എക്സാമ്പിൾ കിട്ടുകയാണെങ്കിൽ അത് എഴുതാം. എന്തെങ്കിലും കമ്മിറ്റി റെക്കമെൻഡേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും കളക്ട് ചെയ്ത് വെക്കുക, എഴുതാം. Gallant IAS, chasing your passion to ace.